ഇനി നെഗറ്റീവ് ആർട്ടിക്കിൾ ഇൻ നോമിനാറ്റീവ് എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവായിട്ട് പറയുക? അതായത് നമ്മൾ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാവ് ടിയർ കിൻഡർ കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചതല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം അല്ലേ? ഇഷ് ഹാബെ കൈനെ കിൻഡർ എനിക്ക് കുട്ടികളില്ല. അപ്പോൾ അതൊരു നെഗറ്റീവ് ആർട്ടിക്കിളാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ഈസ് ദസ് ഐൻ കൂലി ചോദ്യം ചോദിക്കുകയാണ്. ഈസ് ദസ് ഐൻ കൂലി അത് ഒരു പെന്നാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള പിക്ചർ റൈറ്റ് സൈഡിലുള്ളതാണ് കൂലി എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തന്നതാണ് കൂലി. അതാണ് പെന്നാണോ എന്നാണ് ചോദ്യം. പക്ഷേ ലെഫ്റ്റിലുള്ള ഫിഗറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലെഫ്റ്റിലുള്ള ഫിഗർ പെന്നാണോ? അല്ല, അത് പെൻസിലാണ്. ബ്ലൈസ്റ്റിഫ്റ്റ് ആണ്. അപ്പോൾ ആർ ബ്ലൈസ്റ്റിഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡർ ബ്ലൈസ്റ്റിഫ്റ്റ് ആണെന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ അതായത് ഹിൻ്റായിട്ട് തന്നിട്ടുള്ളതാണ്. ഡർ ബ്ലൈസ്റ്റിഫ്റ്റ് ആണ്. അതായത് ബ്ലൈസ്റ്റിഫ്റ്റ് പെൻസിൽ മാസ്കുലൈൻ ആണ്. അപ്പോൾ പെന്നാണോ എന്ന് നമ്മൾ ഒരാൾ ചോദിച്ചു. അപ്പോൾ നമുക്ക് അല്ല എന്ന് പറയണം. അപ്പോൾ നോ ദസ് ഈസ് കൈൻ കൂലി അതൊരു പെന്നല്ല. ദസ് ഈസ് ഐൻ ബ്ലൈസ്റ്റിഫ്റ്റ് അതൊരു പെൻസിലാണ്. കൈൻ കൂലി അതൊരു പെന്നല്ല. കൈൻ കൂലി ദസ് ഈസ് ഐൻ ബ്ലൈസ്റ്റിഫ്റ്റ് അതൊരു പെൻസിലാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആർട്ടിക്കിൾ പറയും. നെഗറ്റീവ് ആർട്ടിക്കിൾ ആദ്യത്തെ നമ്മൾ ദസ് ഈസ് കൈൻ കൂലി. അപ്പോൾ ഇവിടെ ഡർ ബ്ലൈസ്റ്റിഫ്റ്റ് ആണ്. മാസ്കുലൈൻ ആണ് നമുക്കറിയാമല്ലേ. മാസ്കുലൈൻ ആയപ്പോഴാണ് കൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കിക്കോ. ഈസ് ദസ് ഐനെ ബ്ലൂമേ അതൊരു ഫ്ലവർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെഫ്റ്റിലുള്ള ഫിഗർ ഫ്ലവർ ആണോ? അല്ല. അപ്പോൾ എങ്ങനെ പറയണം? ദസ് ഈസ്റ്റ് കൈനെ ബ്ലൂമേ അതൊരു ഫ്ലവർ അല്ല. ദസ് ഈസ്റ്റ് ഐനെ ഷോക്കളാഡെ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് അതൊരു ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തായി? കൈനെ ബ്ലൂമേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഇത് ഫെമിനൈൻ ആണ് അല്ലേ. ദി ബ്ലൂമേ ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ എന്ന് പറഞ്ഞാൽ ദി ബ്ലൂമേ എന്നാണ് അതിൻ്റെ ആർട്ടിക്കിൾ. അപ്പോൾ ബ്ലൂമേ ഫ്ലവർ എന്താണ്? നെഗറ്റീവാണ്. കൈനെ ബ്ലൂമേ എന്നാണ് ഇതിൻ്റെ നെഗറ്റീവ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അടുത്ത നോക്കിക്കേ. ഈസ് ദസ് ഐൻ ബുക്ക് അതൊരു ബുക്കാണോ എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ദസ് ആണ് ബുക്കിൻ്റെ അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ലെഫ്റ്റിലുള്ള ഫിഗർ ബുക്കിൻ്റെ ആണോ? അല്ല, അതൊരു ഫോണാണ്. ദസ് ഈസ്റ്റ് കൈൻ ബുക്ക് അതൊരു ബുക്കല്ല. ദസ് ഈസ് ഐൻ ഹാൻഡി അതൊരു മൊബൈൽ ഫോണാണ്. അപ്പോൾ വീണ്ടും ഇവിടെ എന്തായി? കൈൻ ബുക്ക് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് മാസ്കുലൈൻ്റെ അതേ ആർട്ടിക്കിൾ. ഓക്കെ, ഇനി പ്ലൂരൽ നോക്കാം. സിൻ ദ സ്റ്റേണെ അത് സ്റ്റാർസ് ആണോ? ലെഫ്റ്റിലുള്ള ഫിഗർ സ്റ്റാർ ആണോ എന്ന് ചോദിക്കുന്നത്. അല്ല, അത് ബലൂൺ ആണ് അല്ലേ. അത് ദി ബലൂൺസ് ആണെന്ന് തന്നിട്ടുണ്ട്. അത് എന്താണ്? പ്ലൂരലാണ്. ദ സിൻഡ് കൈനെ സ്റ്റേണെ അത് സ്റ്റാറുകളല്ല. ദ സിൻഡ് ബലോൺസ് അത് ബലൂണുകളാണ്. അപ്പോൾ ഇവിടെയും കൈനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മാസ്കുലൈൻ ആയപ്പോഴും കൈനാണ്, നോയിട്രൽ ആയപ്പോഴും കൈനാണ്. ബ്ലൈസ്റ്റിഫ്റ്റിനും മൊബൈൽ ഫോണിനും. അതുപോലെ തന്നെ ഫെമിനൈൻ ആയപ്പോൾ ചോക്ലേറ്റ് ഫ്ലവറിന് കൈനെയാണ്. അതുപോലെ തന്നെ സ്റ്റാറിനും കൈനെയാണ്. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാവാം? മാസ്കുലൈൻ ആണെങ്കിലും നോയിട്രൽ ആണെങ്കിലും കൈനെന്നും, ഫെമിനൈനും പ്ലൂരലും ആണെങ്കിൽ കൈനെ എന്നുമാണ് വരിക. ഉൺബെസ്റ്റിമേറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആർട്ടിക്കിൾ കിട്ടാൻ ഒരു പണിയുമില്ല. ജസ്റ്റ് അതിൻ്റെ അപ്പുറത്തൊരു കെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഉൺബെസ്റ്റിമേറ്റിക്ക് ഐനെ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഈൻ്റെ അപ്പുറത്തൊരു കെ ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവായി. കൈനെ കൈൻ. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഉൺബെസ്റ്റിമേറ്റിൽ പ്ലൂരൽ ആർട്ടിക്കിൾ ഉണ്ടാവില്ല, എന്നാൽ നെഗറ്റീവിൽ ഉണ്ടാവും. അത് കൈൻ എന്ന് തന്നെയാണ്. ഉൺബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ എങ്ങനെ വരിക? ഐനെ ഐൻ. നെഗറ്റീവ് ആർട്ടിക്കിൾ കൈനെ കൈനെ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് മൊത്തം ടേബിൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ ദർ, ദി, ദസ്, ദി അതാണ് നോമിനാറ്റീവിൻ്റെ ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ. ഉൺബെസ്റ്റിമേറ്റ് എങ്ങനെ വരും? ഐനെ ഐൻ. നെഗറ്റീവ് ആർട്ടിക്കിൾ എങ്ങനെ വരും? കൈനെ കൈനെ. ഇത്രയുമാണ് നോമിനാറ്റീവിൻ്റെ ആർട്ടിക്കിൾസ് വരിക. ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. നിങ്ങൾ ഇത്ര ക്ലിയർ ആയിട്ട് പഠിച്ചാൽ അത്രയും നിങ്ങൾക്ക് ബാക്കിയുള്ള തുടർ പഠനം വളരെ ഈസിയാവും. കാരണം നോമിനാറ്റീവാണ് ഏറ്റവും ബേസ്. ഇത് വെച്ചിട്ട് ഇനി അക്യുസാറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ് എന്നൊക്കെ പറഞ്ഞ ഗ്രാമറുകൾ വരും. ഇതിലൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസും ഉണ്ടാവും. അപ്പോൾ നോമിനേറ്റീവ് വളരെ ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ ഒരുവിധമൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അത് ഈസിയാണ്. അപ്പോൾ ഇത് വളരെ ബേസാണ്. ഇത് നല്ല വൃത്തിക്ക് പഠിക്കണം. ഓക്കെ, നല്ല വ്യക്തമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.